Hello everyone, welcome back to organizational behavior classes. So in the last class we have seen what are organizational goals. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ്സ് മിഷൻ വിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തമ്മിലുള്ള ഒബ്ജക്റ്റീവ്സ് ഡിഫറൻസ് നമ്മൾ നോക്കി. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു ഗോൾ ഉണ്ടാകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കി. സോ ഇൻ ദിസ് ക്ലാസ് വിൽ ലുക്ക് ഓൺ ടു 3 types of organizational goals. First one is official goals. These are general aims of organization as expressed in the corporate charter, annual report, public statement and vision. അപ്പം ആ ഒരു ഓർഗനൈസേഷൻ്റെ ജനറൽ എയിമാണ് ഒഫീഷ്യൽ ഗോൾ എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പം എന്തിനുണ്ടാവുന്നത് കോർപ്പറേറ്റ് ചാർട്ടർ എന്ന് പറയും. അതൊക്കെ ഇൻഡസ്ട്രിയൽ സെറ്റപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. ആ ഒരു കോർപ്പറേറ്റിൻ്റെ ചാർട്ടർ റിപ്പോർട്ടിലുണ്ടാവും, ആനുവൽ റിപ്പോർട്ട്സിൽ, പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്സ്, പബ്ലിക്കായിട്ട് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും, ആൻഡ് ഇൻ വിഷൻസ്. ഓക്കെ, so these goals are publicly announced and are contained in the character of the company. ഇതൊക്കെ പബ്ലിക്ലി അനൗൺസ്ഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇന്റേണൽ ആയിട്ട് അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന അനൗൺസ് ചെയ്തിട്ടുള്ള ഈ വെബ്സൈറ്റ്സിലോ ന്യൂസ് പേപ്പേഴ്സിലോ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആൻഡ് ആ കണ്ടെയ്ൻഡ് ഇൻ ക്യാരക്ടർ ഓഫ് ദ കമ്പനി. ആ ഒരു കമ്പനീൻ്റെ സ്വഭാവത്തിൽ മൊത്തത്തിൽ ആ ഒരു ഒഫീഷ്യൽ ഗോൾ എന്താണെന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിരിക്കും. In the form of policy statements, so these are found in the form of policy statements which are stated by the officers of the company. ഈ ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി സ്റ്റേറ്റ് ചെയ്യുന്ന പോളിസി സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അവരുടെ എന്തൊക്കെയാണ് അവരുടെ പോളിസീസ്, ആ കമ്പനിയുടെ പോളിസീസ് എന്തൊക്കെയാണെന്നൊക്കെ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ വളരെ എവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രസൻറ്റ് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, their official goal is rehabilitation or reintegration to the society. ഒരു ക്രൈം ചെയ്തിട്ടുള്ള ഒരാളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ സൊസൈറ്റിയിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യുക, സൊസൈറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു എയിമൊക്കെയാണ് ഒരു പ്രിസൻറ്റ്. ജനറൽ ടേംസ് ആണ്, ഗവൺമെൻറ് ടു ഗവൺമെൻറ്, നേഷൻ ടു നേഷൻ വേരി ചെയ്യും. പക്ഷേ ജനറലി പ്രിസൻറ്റ് എയിം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇത് വിഷനിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ മുന്നേ പറഞ്ഞിട്ടുള്ള വിഷനിലേക്കൊന്ന് നോക്കി നോക്കാം. പബ്ലിക്കലി അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. By 2024, we will become the most aspirational Indian auto brand consistently by winning, by delivering superior financial returns, driving sustainable mobility solutions, exceeding customer expectations and creating a highly engaged workforce. So idokke cheyidittu they will become, the Tata Motors will become the most aspirational Indian auto brand by 2024 എന്നാണ് പറയുന്നത്. This is their official goals. Okay, so moving on, next one is operative goals. So operative goals are those goals which could be implemented into actual practice. യഥാർത്ഥത്തിൽ എന്താണോ സംഭവിക്കുന്നത്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആക്ച്വൽ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് ഓപ്പറേറ്റീവ് ഗോൾസ്. These have greater relevance to individual or group behavior in a work situation. So പ്രാക്ടിക്കലായിട്ട് എന്താണ് ശരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ള അവരുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു മെമ്പേഴ്സിനും കാര്യങ്ങൾക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇതിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം മെമ്പേഴ്സിന് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ലൈക്ക് ടീം വർക്കായിട്ടോ മെമ്പേഴ്സിനോ ഒക്കെ അവരുടെ വർക്ക് സിറ്റുവേഷനൊക്കെ കൂടുതൽ റെലവൻസ് ഉള്ളൊരു കാര്യമാണ് ഓപ്പറേറ്റീവ് ഗോൾസ്. കാരണം പബ്ലിക്കലി അനൗൺസ് ചെയ്ത കമ്പനി എന്താണെന്ന് പുറത്തുള്ള ഇമേജിനെക്കാട്ടും കൂടുതൽ എന്താണ് ആക്ച്വൽ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അവിടുത്തെ മെമ്പേഴ്സിന്, ഇൻഡിവിജ്വൽസ് ആയാലും ഗ്രൂപ്പ്സ് ആയാലും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സോ ദ റീസൺ ഫോർ ഗ്യാപ്പ് is an internal constraint of the resources in term of manpower or equipment or external limitation of the government's policy and social forces. So ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ ഗോൾസും ഓപ്പറേറ്റീവ് ഗോൾസും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ ആയിക്കൊള്ളുന്നില്ല ഓപ്പറേറ്റീവ്, ലൈക്ക് പ്രാക്ടിക്കലായിട്ട് ആക്ച്വൽ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്ന സാധനം. സോ ഈ ഗ്യാപ്പിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ കൺസ്ട്രെയിൻ ഓഫ് റിസോഴ്സസ്. അവർക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തും ആവാം. അപ്പോൾ മാൻ പവർ ആവാം, അല്ലെങ്കിൽ എക്യുപ്മെൻ്റ് ആവാം, എങ്ങനെ എക്സ്റ്റേണൽ ലിമിറ്റേഷൻസ് ആവാം, അങ്ങനെ എന്തും ആവാം. സോ ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഓർ നേരത്തെ ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ലിമിറ്റേഷൻസ്, പുറത്തു നിന്നുള്ള പല ലിമിറ്റേഷൻസ് ആവാം, ഇന്റേണൽ ഉള്ളിൽ നിന്നുള്ള ലിമിറ്റേഷൻസ് ആവാം, എക്സ്റ്റേണൽ ലിമിറ്റേഷൻസ് ആവാം. ലൈക്ക് അവർക്ക് കിട്ടുന്ന റിസോഴ്സസിൻ്റെ പ്രശ്നമായിരിക്കാം, അവർക്ക് ഇപ്പം ലൈക്ക് റോ മെറ്റീരിയൽസ് കിട്ടുന്നതിലുള്ള ലഭ്യതയിലുള്ള പ്രശ്നമായിരിക്കാം. അപ്പം അങ്ങനെ എന്തും ആയിരിക്കാം.
അങ്ങനത്തെ കാര്യങ്ങളാവാം. ഓഫ് ഗവൺമെൻറ്റ്സ് പോളിസീസ് ആൻഡ് അതർ സോഷ്യൽ ഫോഴ്സസ്, മറ്റ് പല സോഷ്യൽ ഫോഴ്സസ്, പല എൻവയോൺമെൻറ്റൽ റീസൺസോ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സോ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ വരുന്ന ചേഞ്ചസ്, ഗവൺമെൻറ് ഇതാണ് അനുവദിക്കുന്നത് ഇത് അനുവദിക്കുന്നില്ല, അപ്പം അങ്ങനെ പല റീസൺസ് കാരണമായിരിക്കാം ഈ ഒഫീഷ്യൽ ഗോൾസും ഓപ്പറേറ്റീവ് ഗോൾസും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒഫീഷ്യൽ ഗോൾ ആണെന്നുണ്ടെങ്കിൽ പ്രിസൺ എന്താണ് പറഞ്ഞിട്ട്, പ്രിസൻ്റെ ഒഫീഷ്യൽ ഗോൾ എന്താണ്? റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റീഇൻറ്റഗ്രേഷൻ ടുവേർഡ്സ് സൊസൈറ്റി. സോ ഇൻ ദ കേസ് ഓഫ് ഓപ്പറേറ്റീവ് ഗോൾസ് ഇറ്റ്സ് ആക്ച്വലി കസ്റ്റോഡിയൽ കെയർ. ഇങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടുള്ള ആളെ ദേ ആർ കീപ്പിംഗ് ഇൻ ദ കസ്റ്റഡി ആൻഡ് ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് ദ പേഴ്സൺ. സോ ഇറ്റ്സ് എ കസ്റ്റോഡിയൽ കെയർ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദി ആക്ച്വൽ പ്രാക്ടീസ്. സോ അതാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. Now let's see what is operational goal. So an operative goal becomes operational എപ്പോഴാണ് ഒരു ഓപ്പറേറ്റീവ് ഗോൾ ഓപ്പറേഷണൽ ആവുന്നത് എന്നാണ് പറയുന്നത്. സോ ദർ ഇസ് ഓൺലി എ മൈനർ ഡിഫറൻസ്. നമുക്ക് ഇപ്പം ഈ ഒരു ഇത് തന്നെ മനസ്സിലാവും. ആ മൈനർ ഡിഫറൻസ് എവിടെയാണെന്നുള്ളത് നോക്കാം. വെൻ ദേ ആർ ആക്ച്വലി ഇംപ്ലിമെൻറ്റഡ് ഇൻ ടു പ്രാക്ടീസ്, ശരിക്ക് അത് പ്രാക്ടീസിലേക്ക് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളൊരു സ്റ്റേജിൽ എത്തുന്ന സമയത്താണ് അത് ഓപ്പറേഷണൽ ഗോൾ ആവുന്നത്. എന്താണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഒരു കാര്യം സംഭവിക്കുക എന്നുള്ള ഒരു രീതിയിലാണല്ലോ. അപ്പം അത് ഓപ്പറേറ്റഡ് ആയി, ഓപ്പറേഷൻ സംഭവിച്ചു. ഓപ്പറേഷണൽ ഗോൾ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു കാര്യം ആക്ച്വലി ഇംപ്ലിമെൻ്റ് ആവും, അത് പ്രാക്ടീസിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള കാര്യമാണ് ഈ ഓപ്പറേറ്റീവ് ഗോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് ഗോൾസ്. അതിൻ്റെ ബേസിക് ഔട്ട്ലൈൻ ആണ് ഈ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് മൂവിങ് ഓൺ, എങ്ങനെയായിരിക്കണം ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു ജനറൽ ഔട്ട്ലൈൻ ഉണ്ട്. ദാറ്റ് ഈസ് ദി സ്മാർട്ട് ഗോൾസ് എന്ന് പറയും ഇൻ ജനറൽ ടേംസ്. സോ അബ്രിവിയേഷൻസ് ആണ് SMART. എസ് റെപ്രസെൻറ്റ്സ് സ്പെസിഫിക് ആയിരിക്കണം. ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് സ്പെസിഫിക് ആയിരിക്കണം. ഇറ്റ് ഷുഡ് സ്റ്റേറ്റ് എക്സാക്ട്ലി വാട്ട് യു വോണ്ട് ടു അക്കംപ്ലിഷ്. നമുക്ക് എന്താണ് അക്കംപ്ലിഷ് ചെയ്യാനുള്ളത്, ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ടാസ്ക്, ഒരു എന്തെങ്കിലും ഒരു ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്കതൊന്ന് അക്കംപ്ലിഷ് ചെയ്യാനുള്ളത് എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യണം. വാട്ട്, വെയർ, വെൻ, ഹൂ, വൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, ജനറൽ 5 Ws. അപ്പം അതെല്ലാം ആൻസർ ചെയ്യുന്നൊരു തരത്തിലായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് മെഷറബിൾ. മെഷറബിൾ എന്താണ്? അത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിരിക്കണം. നമുക്ക് ക്വാണ്ടിഫൈ ചെയ്തിട്ട് അതിനെ മെഷർ ചെയ്യാൻ പറ്റണം. സോ യൂസ് സ്മോളർ മിനി ഗോൾസ് ടു മെഷർ ദ പ്രോസസ്സ്. ഒരു ഹോൾ ടാസ്ക്, ഇപ്പം ഒരു വെഹിക്കിൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ 100 കാർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം വളരെ സ്മോളർ ആയിട്ടുള്ള മിനി ഗോൾസ് സെറ്റ് ചെയ്തിട്ട് അത് മെഷർ ചെയ്യുക. ഇപ്പം എത്ര എയർ ബാഗ്സ് പ്രൊഡ്യൂസ് ചെയ്തു, ഇത്ര ഡോറ് ചെയ്തു, അത്ര പെയിൻറ്റിങ് ബോക്സ് ഇത്ര ചെയ്തു. അപ്പം അങ്ങനെ വളരെ മെഷറബിൾ ആയിട്ട് ക്വാണ്ടിഫൈ ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗോൾസിനെ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ഈസി ഫോർ അസ്, അല്ലേ? ആ ഗോൾസ് അറ്റൈൻ ചെയ്യാനും അത് മെഷർ ചെയ്യാനും എളുപ്പമായിരിക്കും. തേർഡ് വൺ ഇസ് എ ഫോർ അച്ചീവബിൾ. നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കണം എപ്പോഴും സെറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ലൈക്ക് മേക്ക് യുവർ ഗോൾസ് റീസണബിൾ. നമുക്ക് റീസണബിൾ ആയിട്ടുള്ള, അതായത് എന്തിനാണെന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റണം, അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഇസ് ആർ ഫോർ റിയലിസ്റ്റിക്. സെറ്റ് എ ഗോൾ ദാറ്റ് ഈസ് റെലവൻറ്റ് ടു യുവർ ലൈഫ്. നമ്മളുടെ ലൈഫിന് റെലവൻ്റ് ആയിട്ടുള്ള, ലൈഫിന് എന്നുള്ള അല്ലെങ്കിൽ കമ്പനിക്ക് റെലവൻ്റ് ആയിട്ടുള്ള, റിയലിസ്റ്റിക് ആയിട്ടുള്ള, ആ ഒരു ഓർഗനൈസേഷന് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ ആയിരിക്കണം സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ടൈംലി. മീൻസ് ഗിവ് യുവർ സെൽഫ് ടൈം ബട്ട് സെറ്റ് എ ഡെഡ് ലൈൻ. ഗിവ് യുവർ സെൽഫ് എന്നുള്ളതിന് പകരം ആ ഒരു ഓർഗനൈസേഷൻ ഗിവ് ആംപിൾ ടൈം ഫോർ ദി ഓർഗനൈസേഷൻ. പക്ഷേ ആംപിൾ ടൈം കൊടുക്കുക എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ചെയ്തോ എന്നുള്ള രീതിയിലല്ല. ഇറ്റ് ഹാസ് ടു ഹാവ് കറക്റ്റ് ഡെഡ് ലൈൻസ് ഓൾസോ. സോ അങ്ങനെ കറക്റ്റ് ഡെഡ് ലൈൻസ് കൊടുത്ത് ടൈംലി ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് ടി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഒരു ഓർഗനൈസേഷണൽ ഗോൾസിൻ്റെ ഒരു ഹാക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്യുക്ക് ഹാക്ക് തന്നെയാണ് ഈ സ്മാർട്ട് ഗോൾസ് എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ലൈഫ് എന്നുള്ളതും യുവർ സെൽഫ് ടൈം എന്നുള്ളതിനൊക്കെ പകരം കുറച്ചും കൂടെ ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവിൽ വേണം നോട്ട്സ് ആയിട്ട് എഴുതാനും, അല്ലെങ്കിൽ എക്സാമിന് എഴുതുന്ന സമയത്ത് അത് ഓർഗനൈസേഷൻ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ വേണം എഴുതാൻ. So I think it's very simple and you can only develop the examples that you required for this. And if you need more notes on this, there are like several articles and review of literature available on this topic. If you are not getting it, you can ask me for any help. So that's the organizational goals summing up. Thank you. Please do mark your attendance in the comment section.